നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇരുമനസ്സോടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവിടെ ഫെയിലിയർ ആരംഭിക്കുകയായി. അതുപോലെ തന്നെയാണ് സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലും. യേശുവിനോട് ഗുരു ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന് ചോദിക്കുന്ന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 36-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. തൊട്ടടുത്ത വാക്യത്തിൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാന കാര്യമാണ് യേശു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നാം യേശുവിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. പല സമയങ്ങളിലും നാം പറയാറുണ്ട്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെയുള്ള സ്നേഹം. അതായത് മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടല്ല, സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ടുമല്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിന്റെ അടുക്കിലേക്ക് നിരുപാധികം ഞാൻ അടുത്തു വരുന്നു എന്ന് പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനേക്കാൾ വലിയതായി മറ്റേതൊരു കാര്യത്തിനോ വസ്തുവിനോ വ്യക്തികൾക്കോ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ നാം യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതിന് കാരണം യേശുവിനേക്കാൾ വലിയതായി നമുക്ക് പലതുമുണ്ട്. നമ്മുടെ ജോലിയാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ ധനമാകാം. പ്രിയ ദൈവവേദലേ, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നേ. പക്ഷെ ആദ്യം ഏറ്റവും പ്രഥമ സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ദൈവിക പരിരക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പലപ്പോഴും ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് ആണ് പ്രാർത്ഥന എന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസമയം നാം സ്നേഹിക്കുന്ന വ്യക്തികളോട് അടുത്തിരിക്കുന്നത് പോലെ യേശുവിനോട് അടുത്തിരിക്കുവാൻ, യേശുവിന് നമ്മോട് പറയാനുള്ളതും കൂടെ കേൾക്കുവാൻ നാം സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അത് വചനത്തിലൂടെയാകാം, ദർശനങ്ങളിലൂടെയാകാം, പല വിധത്തിൽ ദൈവം ഇടപെടും. ദൈവശബ്ദത്തിനായി നാം കാതോർക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു മനുഷ്യ ശബ്ദം കേൾക്കുമ്പോഴും ഇത് ദൈവത്തിൽ നിന്ന് ഉള്ളതാണോ എന്ന് വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് നമ്മിലുണ്ട് എങ്കിൽ നമുക്കതിന് കഴിയും. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ ഉള്ളതാണോ എന്ന് അവർ പരിശോധിച്ചിരുന്നു. ആയതുകൊണ്ട് തന്നെ കള്ളപ്രവാചകന്മാരെ, കള്ള ശുശ്രൂഷകന്മാരെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ദൈവം നമ്മിൽ നിന്നും അത് ആഗ്രഹിക്കുന്നു. യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകൾ പ്രാപിപ്പാൻ നമുക്ക് നമ്മെ ഒന്ന് ഒരുക്കാം. ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ വാക്ക് കേട്ട് കടലിന്മേൽ നടക്കുവാൻ തുടങ്ങിയ ശിഷ്യൻ താഴുവാൻ തുടങ്ങിയത് യേശുവിന്റെ മുഖത്തു നിന്ന് നോട്ടം മാറി കാറ്റിലും കോളിലും തിരമാലയിലും നോക്കിയപ്പോഴാണ്. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിത പടകിനെ ഉലയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ, തിരമാലകൾ കടന്നു വന്നേക്കാം. പക്ഷേ നാഥന്റെ മുഖത്തേക്ക് നോക്കി നീ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും ഒരു വിഷയത്തിനും നിന്റെ ജീവിത പടകിനെ തകർക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കുകയും ചെയ്യും. നമ്മുടെ ജീവിത മേഖലകളിൽ എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് യേശുവിന്റെ കരത്തിലേക്ക് നിന്റെ വിഷയത്തെ കൊടുക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവിക പ്രൊവിഷൻസ്, ദൈവിക പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിനക്ക് കാണുവാൻ കഴിയും. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ നാം തയ്യാറാകും. നമ്മുടെ അനുസരണം യേശുവോടുള്ള സ്നേഹത്തിൽ നിന്നാകണം. നാം സ്നേഹിക്കുന്ന വ്യക്തി വിഷമിക്കുവാൻ നാം അനുവദിക്കാത്തതുപോലെ തന്നെ നാം യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു വിഷമിക്കുവാൻ നാം അനുവദിക്കുകയില്ല. അതായത് യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് ഇടപെടുവാൻ കഴിയുകയില്ല. ആ രീതിയിൽ യേശുവുമായി ഒരു ബന്ധത്തിൽ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പീഠനിമിത്തം ചിതറിപ്പോയ ശിഷ്യന്മാർ പോയ ഇടങ്ങളിലെല്ലാം അവരറിഞ്ഞ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ കർത്താവിന്റെ കൈ അവരോട് കൂടെയുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ കരങ്ങളിലൂടെ നടന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്ന നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർന്നില്ല, നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ ദൈവിക പ്രവർത്തികൾ പ്രിയ ദൈവവൈതലേ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിന്റെ കരമായി നിങ്ങളുടെ കരം മാറട്ടെ. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് രോഗസൗഖ്യം എന്ന് പറഞ്ഞ വചനത്തിന്റെ നിവർത്തീകരണം പ്രിയ ദൈവവൈതലേ നിങ്ങളിലൂടെ നടക്കുവാൻ പോകുകയാണ്. പലപ്പോഴും പരിശ്രമിച്ച് പരാജയപ്പെട്ട ഇടങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ സഹായം നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ, ദൈവഹിത പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിത്യതയിലേക്ക് അവൻ നിങ്ങളെ ഒരുക്കും. ആദ്യം
ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഈ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാ. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുന്ന നിങ്ങളിലൂടെ യേശുവിൻ്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തിരക്കേറിയ ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുവാൻ, യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ നാം ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് ദൈവവചനം വായിക്കുക എന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ദൈവവചനം വായിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഓരോ നിമിഷവും ഞാൻ അത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ അപ്രകാരം പറയുന്നത്. സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടെ ഇരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നെങ്കിൽ യേശുവിന്റെ മുമ്പാകെ പ്രാർത്ഥനയ്ക്കായി അല്പസമയം ചിലവഴിക്കേണ്ടത് ആവശ്യമാണ്. ആ സമയങ്ങൾ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ മുമ്പാകെ തുറക്കുന്ന സമയങ്ങളാകട്ടെ. ഒരു മനുഷ്യന്റെ മുമ്പാകെ നാം നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും അത് മറ്റുള്ളവർ പലരും അറിഞ്ഞു എന്ന് വരാം. എന്നാൽ യേശുവിന്റെ മുമ്പാകെ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നെങ്കിൽ ദൈവസമാധാനം നിങ്ങൾ അനുഭവിക്കും. ദൈവിക പ്രൊവിഷൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും. വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടോ ഒത്തിരി സമയം ബാക്കിയുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇപ്രകാരം ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവിന്റെ സ്നേഹം ഞാൻ ഓരോ നിമിഷവും രുചിച്ചറിയുന്നത് കൊണ്ട്, ദൈവിക പ്രൊവിഷൻ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട്, അത് നിങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. യേശുവിനെ നോക്കി നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രശ്നത്തിനും, ഒരു വിഷയത്തിനും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. യേശുവിനെ നോക്കി മുന്നേറുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവിനെ നോക്കി മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു. യേശുവിന്റെ സാന്നിധ്യം, ദൈവിക സമാധാനം ഇവരുടെ ജീവിത മേഖലകളിൽ ഇവർ അനുഭവിക്കട്ടെ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിക്കുന്നു. സകല മനമഹത്വം അങ്ങേക്ക്. സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ധൈര്യമായിരിക്കണം, യേശുവുണ്ട് കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.